ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അടുത്തിടെ ഹിന്ദിയിൽ പുറത്തിറങ്ങിയ കകുട എന്ന മൂവിയാണ്. ഒരു ഗ്രാമത്തില് എല്ലാ ചൊവ്വാഴ്ചയും 7:15 ശേഷം വീടിന്റെ ചെറിയ വാതിൽ എല്ലാവരും തുറന്നിടണം. ഇല്ലെങ്കിൽ 13 ദിവസത്തിനകം ആ വീട്ടിലെ ഒരാൾ മരിച്ചു പോകും. അത് ആ ഗ്രാമത്തിന് കിട്ടിയ ഒരു ശാപമായിരുന്നു. ഇതിന്റെ പിന്നിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരു ആത്മാവാണെങ്കിലോ ആ ആത്മാവിനും 13 ദിവസത്തിനും ആ ചെറിയ വാതിലിനും ഒരു കഥ പറയാനുണ്ട്. ആ കഥ നമുക്ക് കാണാം. മൂവിയുടെ തുടക്കത്തിൽ തന്നെ വിജനമായ ഒരു സ്ഥലത്ത് ബസ് ഇറങ്ങുന്ന ഒരു വൃദ്ധനെ കാണിക്കുന്നു. സമയം ഇരുട്ടാകാൻ തുടങ്ങുന്ന കണ്ടിട്ട് അയാൾ വളരെയധികം പേടിയോടുകൂടി തന്റെ ഗ്രാമത്തിലേക്ക് പോകുന്നു. ആ ഗ്രാമത്തിന്റെ പേര് റാത്തോടി എന്നാണ്. പോകുന്ന വഴിയിൽ ഒരു തോട്ടത്തിന്റെ നടുക്കായിട്ട് കണ്ടാൽ പേടി തോന്നുന്ന ഒരു കോലമുണ്ടായിരുന്നു. അയാൾ അതിനെ കണ്ട് പേടിച്ച് പെട്ടെന്ന് തന്നെ സൈക്കിൾ ചവിട്ടി പോകുന്നു. ആ കോലത്തിന്റെ തലയിൽ നിറയാകട്ടെ ഈച്ച പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു. അയാൾ പെട്ടെന്ന് തന്നെ തന്റെ വീട്ടിലേക്ക് പോവുകയാണ്. 7 മണി ആയപ്പോ തന്നെ അവിടുത്തെ ക്ലോക്കില് വലിയ രീതിയിൽ ശബ്ദം മുഴങ്ങാൻ തുടങ്ങിയിരുന്നു. ഗ്രാമനിവാസികളെല്ലാം തന്നെ തങ്ങളുടെ വീടിന്റെ വലിയ വാതിലുകൾ അടയ്ക്കുകയും ചെറിയ വാതിൽ തുറന്നിടുകയും ചെയ്യുന്നു. ആ വൃദ്ധനും പെട്ടെന്ന് തന്നെ തന്റെ വീട്ടിൽ കയറി വലിയ വാതിൽ അടച്ച് ചെറിയ വാതിൽ തുറന്നിട്ടു. സമയം 7:15. ആ ഗ്രാമത്തിലേക്ക് ഒരു ആത്മാവ് വരുന്നു. അതെല്ലാ വീടിന്റെയും വാതിലുകൾ പോയി നോക്കുന്നുണ്ട്. എല്ലായിടത്തും ചെറിയ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു. എന്നാൽ ഒരു വീട്ടിൽ മാത്രം ആ ചെറിയ വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. ആ വീട്ടിലെ ചെറുപ്പക്കാരനാകട്ടെ ഏതോ പെണ്ണുമായിട്ട് സമയം ചിലവഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ ഫോൺ എടുത്ത് നോക്കുമ്പോഴാണ് ഞെട്ടിപ്പോകുന്നത്. സമയം 7:15 കഴിഞ്ഞിരിക്കുന്നു. പേടിയോടെ അവൻ അവിടെ നിന്നും ഇറങ്ങിയോടി തന്റെ വീടിന്റെ വാതിൽ തുറക്കാൻ വേണ്ടി പോകുന്നു. പക്ഷെ അവൻ ആ വാതിൽ തുറക്കുന്നതിന് മുൻപ് തന്നെ അടഞ്ഞ വാതിൽ കണ്ട ദേഷ്യത്തോടെ ആ ആത്മാവ് വാതിലിനപ്പുറം തന്നെ നിൽപ്പുണ്ടായിരുന്നു. ആ ആത്മാവാകട്ടെ ആ വാതിൽ ശക്തിയോടെ ചവിട്ടി തുറക്കുന്നു. അവൻ പതിയെ കുനിഞ്ഞു നോക്കുമ്പോൾ 2 കാലുകളാണ് കാണുന്നത്. അതിലൊരു കാല് വന്ന് അവന്റെ നെഞ്ചത്തേക്ക് ആഞ്ഞു ചവിട്ടുന്നു. പിന്നീട് കാണിക്കുന്നത് അവനെ എല്ലാവരും ഒരിടത്ത് മാലയൊക്കിട്ടിരുത്തിയ ശേഷം ചുറ്റും കൂടിയിരുന്ന് പാട്ടൊക്കെ പാടുന്നതാണ്. ആത്മാവിന്റെ ചവിട്ടുകൊണ്ട് അവനാകട്ടെ പുറകിൽ വലിയൊരു കൂന് വന്നിരുന്നു. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ആ ചെറിയ വാതിൽ തുറന്നിട്ടില്ലെങ്കിൽ ആ ആത്മാവിന്റെ ചവിട്ട് കിട്ടും. ചവിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ആൾക്കാർ കൂനന്മാരാകും. അതിനുശേഷം 13 ദിവസത്തിനകം ആ ആള് മരിച്ചു പോവുകയും ചെയ്യും. അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ആ ശാപം. അങ്ങനെ മരണം കാത്തിരിക്കുന്ന ഈ യുവാവിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ മൂവിയിലെ നായകനായ സണ്ണിയും അവന്റെ കൂട്ടുകാരൻ കിൽവിഷും വരുന്നു. 13 ദിവസങ്ങൾ കഴിഞ്ഞതും ഈ കൂന് വന്ന ആള് മരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. ഒരു കുട്ടിയാകട്ടെ വൃദ്ധനോട് ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം ആരാ ചെയ്യുന്നത്? ഇത് കകുട എന്ന് പറയുന്ന ആത്മാവിന്റെ പണിയാണ്. നമ്മുടെ ഗ്രാമത്തിന് പുറത്തുള്ള വലിയ തോട്ടമില്ലേ, അതിന്റെ നടുക്കാണ് അവൻ വസിക്കുന്നത്. എല്ലാ ചൊവ്വാഴ്ചയും 7:15 അവൻ ഗ്രാമത്തിലേക്ക് കടന്നു വരും. അങ്ങനെ വരുമ്പോ ആ ചെറിയ വാതിൽ തുറന്നിട്ടില്ലെങ്കിൽ ആ വീട്ടിലെ ആണുങ്ങളെയാണ് അത് ഉപദ്രവിക്കുന്നത്. സ്ത്രീകളെ ഒരിക്കലും കകുട ഉപദ്രവിക്കില്ല. ഇനി നമ്മുടെ മൂവിയിലെ നായികയായ ഇന്ദിരയുടെ വീടാണ് കാണിക്കുന്നത്. അവൾക്ക് വിവാഹാലോചന നടക്കുകയാണ്. ഇംഗ്ലീഷ് അറിയാവുന്ന പയ്യനെ കൊണ്ടേ അവളെ വിവാഹം കഴിപ്പിക്കൂ. അതുകൊണ്ട് തന്നെ അവിടെ വരുന്ന പയ്യന്മാരെ എല്ലാം കൊണ്ട് അവളുടെ അച്ഛൻ ഒരു ഇംഗ്ലീഷ് എസ്സേ വായിപ്പിക്കുമായിരുന്നു. പക്ഷെ ഇന്ദിരയാകട്ടെ കല്യാണത്തിനൊന്നും തന്നെ സമ്മതിക്കുന്നില്ല. കാരണം അവൾ സ്നേഹിക്കുന്നത് നമ്മളെ നേരത്തെ കാണിച്ച നായകനായ സണ്ണിയായിരുന്നു. പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് അവൾ അവരുടെ മുൻപിൽ പോയി നിൽക്കാതെ താൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ബാത്റൂമിനുള്ളിൽ കയറിയിരിക്കുന്നു. താൻ സണ്ണിയെ മാത്രമേ വിവാഹം കഴിക്കൂ എന്നും പറയുന്നുണ്ട്. അവളുടെ അമ്മയ്ക്ക് അതിൽ എതിർപ്പൊന്നും ഇല്ലായിരുന്നു. എന്നാൽ അവളുടെ അച്ഛന് ചെറിയ എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു. അവൾക്ക് താല്പര്യമില്ലാന്നറിഞ്ഞിട്ട് ആ വീട്ടുകാർ പോകാൻ നേരം അവളുടെ അച്ഛൻ പറയുന്നുണ്ട്, എനിക്ക് ഒരു മകള് കൂടി ഉണ്ടെന്ന്. എന്നാൽ ഇത് കേട്ട ഉടനെ അവർ പറയുന്നുണ്ട്, നിങ്ങളുടെ ആ മകളെ പറ്റിയുള്ള കാര്യങ്ങൾ നാട്ടിലെല്ലാം തന്നെ അറിയാമെന്ന്, അതുകൊണ്ട് അത് ഞങ്ങൾക്ക് വേണ്ട എന്ന്. മുകളിൽ നിന്ന് ഇന്ദിര ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവളുടെ ബാക്കിലായിട്ട് അടച്ചിട്ടിരുന്ന റൂമിൽ വലിയ രീതിയിൽ തട്ട് കേൾക്കുന്നുണ്ട്. ആ റൂം പുറത്തുനിന്ന് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ആ സീൻ അവിടുന്ന് കട്ടായിട്ട് ഇന്ദിരയാകട്ടെ അവളുടെ കാമുകൻ സണ്ണിയെ കാണുന്നതാണ് കാണിക്കുന്നത്. നീ ഇംഗ്ലീഷ് വായിക്കാൻ പഠിക്കാതെ നമ്മളുടെ വിവാഹം നടക്കാൻ പോകുന്നില്ലെന്നുള്ള കാര്യം അവൾ പറയുന്നുണ്ട്. അച്ഛനെ കാണാൻ ചെല്ലുമ്പോൾ അച്ഛൻ എന്തായാലും എസ്സേ എടുത്ത് കാണിക്കും, അത് നീ വായിച്ചേ പറ്റൂ. സണ്ണിക്ക് ഇംഗ്ലീഷ് ഒന്നും അത്രയ്ക്ക് നന്നായിട്ട് വായിക്കാൻ അറിയില്ലായിരുന്നു. അവനൊരു മിഠായി ബിസിനസ് ആണ് നടത്തിക്കൊണ്ടിരുന്നത്. അവന്റെ ഗ്രാമത്തെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇന്ദിരയ്ക്ക് അറിയാമായിരുന്നു. എന്നാൽ അവൾക്ക് ആ ശാപത്തിലൊന്നും തന്നെ വിശ്വാസമില്ലായിരുന്നു. അതൊക്കെ ആൾക്കാർക്ക് തോന്നുന്നതാണെന്നും അവിടെ എന്തോ വലിയൊരു മഹാമാരിയാണ് പിടിപെട്ടിരിക്കുന്നതെന്നും അതുകൊണ്ടാണ് ആൾക്കാർക്കെല്ലാം തന്നെ ഇങ്ങനെ കൂന് വന്ന് മരിക്കുന്നതെന്നും അവള് പറയുന്നുണ്ട്. അതിന് ഡോക്ടറെ കണ്ടാൽ മതി, അല്ലാതെ ആൾക്കാരിങ്ങനെ അന്ധവിശ്വാസം വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലെന്നും അവള് പറയുന്നു. അതിനുശേഷം പിന്നീടുള്ള ദിവസങ്ങളിലാകട്ടെ അവളുടെ അച്ഛൻ സ്ഥിരമായിട്ട് വായിപ്പിക്കാറുള്ള ആ എസ്സേ അവനെ കൊണ്ട് അവൾ പഠിപ്പിക്കുകയാണ്. അവൻ നല്ല പോലെ ആ ഒരു എസ്സേ പഠിച്ചിരുന്നു. എന്നിട്ട് അന്ന് വൈകുന്നേരം അവളുടെ വീട്ടുകാരെ കാണാൻ വന്നു കഴിയുമ്പോൾ അവളുടെ അച്ഛനാകട്ടെ ആ എസ്സേ എടുത്ത് അവന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അവൻ ആ പേപ്പർ കയ്യിൽ കിട്ടിയതും അതിൽ കൂടുതലൊന്നും നോക്കാതെ തന്നെ അവൻ കാണാതെ പഠിച്ച കാര്യങ്ങളെല്ലാം അവരെ പറഞ്ഞു കേൾപ്പിക്കുന്നു. പക്ഷെ അത് കേട്ട് അവർ ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ദിര പേപ്പർ വാങ്ങി നോക്കുമ്പോഴാണ് കാണുന്നത് അതിൽ സ്ഥിരമായി എഴുതിയിരിക്കുന്ന എസ്സേ അല്ല, മറ്റൊരു എസ്സേ ആണ് അവളുടെ അച്ഛൻ എഴുതിയിരിക്കുന്നത്. അവൾ ഇങ്ങനെ എന്തെങ്കിലും പണി ഒപ്പിക്കുമെന്ന് അവളുടെ അച്ഛന് നേരത്തെ അറിയാമായിരുന്നു. അവളുടെ അച്ഛൻ അവരുടെ കല്യാണത്തിന് സമ്മതിക്കില്ല എന്ന് മനസ്സിലായി. സണ്ണി ആകെ വിഷമത്തിലായിരുന്നു. ഇന്ദിര അവനെ കാണാൻ വരുന്നുണ്ട്. ഇനി നമ്മുടെ മുൻപിൽ ഒരു വഴി മാത്രമേ ഉള്ളൂ, നമുക്ക് ആരും അറിയാതെ വിവാഹം കഴിക്കാം. എന്റെ അമ്മ എനിക്ക് സപ്പോർട്ടുണ്ട്. എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ അച്ഛന് പിന്നെ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. എന്നാൽ സണ്ണിയുടെ വീട്ടില് സണ്ണിയുടെ അച്ഛൻ മാത്രമേ ഉള്ളൂ. ആളോട് കാര്യം പറയട്ടെ എന്ന് അവൻ ചോദിക്കുമ്പോഴാകട്ടെ അവന്റെ കൂട്ടുകാരൻ പറയുന്നു,
പറയുന്നുണ്ട്, തൽക്കാലം നിന്റെ അച്ഛനോട് ഒന്നും തന്നെ പറയണ്ട, കല്യാണം കഴിഞ്ഞ് നീ നേരെ ഇന്ദിരയുമായിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ അച്ഛൻ 2 കൈ നീട്ടി സ്വീകരിക്കുമെന്നും പറയുന്നു. അല്ലാതെ നേരത്തെ പോയി പറഞ്ഞിട്ട് കോളമാക്കണ്ട. അങ്ങനെ അവര് പിറ്റേന്ന് തന്നെ ഒരു ജോത്സ്യനെ കണ്ട ശേഷം പറ്റിയൊരു മുഹൂർത്തം അന്വേഷിക്കുന്നു. തൊട്ടടുത്ത ദിവസം തന്നെയാണ് അവർക്ക് മുഹൂർത്തം കിട്ടുന്നത്. വൈകുന്നേരം 5 മണിക്കാണ് ടൈം. എന്നാൽ പെട്ടെന്ന് കിൽവിഷ് പറയുന്നുണ്ട്, നാളെ ചൊവ്വാഴ്ചയാണെന്നും 7 മണിക്ക് നീ പോയി വാതിൽ തുറന്നില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമാകുമെന്നും. എന്നാൽ ഇന്നലെ ഇതൊന്നും കേൾക്കാൻ നിൽക്കുന്നില്ല. നിന്റെ അന്ധവിശ്വാസം കൊണ്ടിട്ട് നമ്മുടെ കല്യാണം മാറ്റിവെക്കാൻ പറ്റില്ല എന്ന് അവള് പറയുന്നു. നാളെ തന്നെ വിവാഹം നടന്നേ പറ്റൂ. ഇവിടെ വന്ന് വിവാഹം കഴിച്ചിട്ട് അവിടെ എത്തുമ്പോഴേക്കും എന്തായാലും താമസിക്കും. ഒരു കാര്യം ചെയ്യ്, നീ വേണമെങ്കിൽ വാതിൽ തുറന്നിട്ടിട്ട് വന്നാ മതിയെന്ന് അവള് പറയുന്നു. എന്നാൽ അങ്ങനെ ചെയ്യാനും പറ്റില്ല. ഇതുപോലെ പണ്ടാരോ വാതിൽ തുറന്നിട്ടിട്ട് പോയി. എന്നാൽ തന്നോട് ബഹുമാനമില്ലാതെ കതക് തുറന്നിട്ട് പോയതിന് ആ കകുട എന്ന പ്രേതം വീണ്ടും ശാപം കൊടുത്തു. ഒന്നിനു പകരം 2 കൂനാണ് അയാൾക്ക് കിട്ടിയത്. അതുകൊണ്ട് വീട് തുറന്നിട്ടിട്ട് പോകാൻ പറ്റില്ല. ആ വീട്ടിൽ ഒരാൾ അപ്പോഴും ഉണ്ടാകണം. അങ്ങനെ എന്തായാലും അവര് നാളെ വിവാഹം കഴിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. ഇന്നലെ നേരെ വീട്ടിലേക്ക് വരുന്നു. അവളുടെ അച്ഛനാകട്ടെ അവൾക്ക് വേണ്ടി വേറെ കല്യാണാലോചനകൾ ആലോചിക്കുകയാണ്. അവൾ നേരെ മുകളിലെ റൂമിലേക്ക് ചെല്ലുന്നു. പൂട്ടിയിട്ടിരുന്ന ആ റൂമിന്റെ ലോക്ക് കഴിക്കുന്നു. അതിൽ നിന്നും മറ്റൊരു പെൺകുട്ടി പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അത് അവളുടെ സഹോദരിയായിരുന്നു. അവളുടെ ഇരട്ട സഹോദരി ഗോമതി. ഗോമതി കുറെ നാളുകളായിട്ട് റൂമിനുള്ളിൽ തന്നെ അടച്ചിരിപ്പാണ്. അവൾ പുറത്തേക്കെങ്ങും ഇറങ്ങാറില്ല. അതിന് പിന്നിൽ വലിയൊരു കാരണമുണ്ടായിരുന്നു. അത് നമ്മളെ പിന്നീട് കാണിക്കും. ഇന്നലെ എല്ലാ കാര്യങ്ങളും ഗോമതിയോട് പറയുമായിരുന്നു. അവളുടെ വിവാഹത്തിന് ആശംസകൾ പറഞ്ഞിട്ട് അവൾ വീണ്ടും റൂമിലേക്ക് തന്നെ കയറിപ്പോകുന്നു. പുറത്തുനിന്ന് റൂം പൂട്ടിയേക്കാനും പറഞ്ഞിട്ടാണ് അവൾ പോകുന്നത്. പിറ്റേന്ന് കല്യാണത്തിന് വേണ്ടി ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു സണ്ണി. ഇന്ന് രാത്രി കതകു തുറക്കാൻ വേണ്ടി അച്ഛനെ ഏൽപ്പിക്കാമെന്നായിരുന്നു അവന്റെ തീരുമാനം. എന്നാൽ അവൻ ഇറങ്ങാൻ നേരത്ത് അവന്റെ അച്ഛനും വേറെ എവിടേക്കോ പോകാൻ വേണ്ടി ഇറങ്ങുന്നു. അവൻ പല കാരണങ്ങളും പറഞ്ഞിട്ട് അച്ഛനെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അയാൾക്ക് പോയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അയാള് പോയി. അവൻ ആകെ ധർമ്മസങ്കടത്തിലായി. കല്യാണത്തിന് പോയേ പറ്റൂ, 7 മണിക്ക് വന്ന് വാതിൽ തുറക്കുകയും വേണം. എന്തെങ്കിലും വരട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ നേരെ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്നു. 7 മണി കഴിയുമ്പോഴത്തേക്ക് തിരിച്ചു വരാമെന്നായിരുന്നു അവന്റെ വിശ്വാസം. അങ്ങനെ വിവാഹ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നു. അവനാകട്ടെ എല്ലാം വളരെ ധൃതിയിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. മര്യാദയ്ക്ക് ഒരു ഫോട്ടോ എടുക്കാൻ പോലും അവൻ നിന്നില്ല. സമയം നോക്കിക്കൊണ്ടേയിരിക്കുകയായിരുന്നു അവൻ. കിൽവിഷ് പറയുന്നുണ്ട്, ഇനി നിന്റെ മുൻപിൽ അധികം സമയമില്ല, പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ തീർക്കാൻ. അവൻ എല്ലാം പെട്ടെന്ന് തീർത്തിട്ട് അവളോട് പറയുന്നുണ്ട്, ഞാൻ വീട്ടിലേക്ക് പോവുകയാ, നമുക്ക് നാളെ കാണാമെന്ന്. നാളെ രാവിലെ നീ നേരെ വീട്ടിലേക്ക് വന്നാൽ മതിയെന്നും അവളോട് പറയുന്നുണ്ട്. വീട്ടിലേക്ക് പോകാൻ വേണ്ടി ധൃതിയിൽ ബൈക്ക് സ്റ്റാർട്ടാക്കിയെങ്കിലും ആ ബൈക്ക് സ്റ്റാർട്ടായില്ല. അവസാനം അവിടെ ഉണ്ടായിരുന്ന ഒരു സൈക്കിളും എടുത്തിട്ട് അവൻ പെട്ടെന്ന് തന്നെ അവിടേക്ക് പോകുന്നുണ്ട്. സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഗ്രാമത്തിന്റെ കവാടം കയറിയപ്പോൾ തന്നെ 7 മണിയുടെ അവിടുത്തെ മണി ശബ്ദിച്ചു തുടങ്ങിയിരുന്നു. 7:15 വരെ ടൈമുണ്ട്. അതിനുള്ളിൽ വീട്ടിൽ പോയി വാതിൽ തുറന്നേ പറ്റൂ. അങ്ങനെ പോകുന്ന വഴിക്ക് അവന്റെ സൈക്കിളിന്റെ ചെയിൻ പൊട്ടുന്നു. അവൻ മറിഞ്ഞു വീഴുന്നു. അവന് കാലിന് ചെറിയ പരിക്കുകൾ പറ്റുന്നുണ്ട്. അവൻ അതൊന്നും വകവയ്ക്കാതെ വീടിനടുത്തേക്ക് ഓടുന്നു. അവൻ വീടിന്റെ അടുത്തേക്ക് എത്തിയപ്പോഴേക്കും 7:15 കഴിയാൻ തുടങ്ങിയിരുന്നു. പെട്ടെന്ന് തന്നെ അവൻ വീടിന്റെ മെയിൻ ഡോർ തുറന്ന് അകത്ത് കയറി ആ ഡോർ അടച്ചു. എന്നിട്ട് ചെറിയ വാതിൽ തുറക്കാൻ നോക്കുമ്പോ അതൊട്ട് തുറന്നു വരുന്നുമില്ല. അവൻ പിടിച്ചു വലിച്ചതും അതിന്റെ കൊളുത്ത് ഊരിപ്പോയി. അതെങ്ങനെയെങ്കിലും തുറന്നേ പറ്റൂ. അവൻ അവിടെ ഉണ്ടായിരുന്നൊരു കമ്പി എടുത്ത് ആ കതവ് പൊളിക്കാൻ തന്നെ തുടങ്ങുകയാണ്. പക്ഷേ അപ്പോഴേക്കും അതിനപ്പുറം കകുട വന്നിരുന്നു. അവൻ പേടിച്ചു വരച്ചു നിൽക്കുകയായിരുന്നു. അടഞ്ഞുകിടന്ന ആ വാതിൽ തള്ളി തുറന്ന് കകുട അവന്റെ നെഞ്ചത്തേക്ക് ചവിട്ടുന്നു. സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച അതേ പയ്യനെ പോലെ പിറ്റേന്ന് രാവിലെ സണ്ണിയെയും എല്ലാവരും പാട്ടും പാടി നടുക്കളത്തിലിരുത്തിയിരിക്കുകയാണ്. അവന്റെ മുതുകത്ത് വലിയൊരു കൂന് വന്നിരുന്നു. അതേസമയം രാവിലെ ലഗേജ് എല്ലാമായിട്ട് താമസത്തിന് വേണ്ടി സണ്ണിയുടെ വീട്ടിലേക്ക് വന്ന ഇന്ദിര കാണുന്നത് ഈ കാഴ്ചയാണ്. അവൾ ഓടിച്ചെന്ന് സണ്ണിയെ കെട്ടിപ്പിടിക്കുന്നു. എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അവർ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നത്. തങ്ങൾ തലേന്ന് വിവാഹം കഴിച്ചു എന്നും തങ്ങൾ ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരാണെന്നും. സണ്ണിയുടെ അച്ഛൻ പറയുന്നുണ്ട്, എന്നാ പിന്നെ നിനക്ക് ഇന്നലെ തന്നെ ഇത് തുറന്നു പറഞ്ഞാൽ പോരായിരുന്നോ? ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നേനെ എന്ന്. ഇനി നിന്റെ മുൻപിലാകെ 13 ദിവസം മാത്രമേ ഉള്ളൂ. അതിനുള്ളിൽ നീ മരിച്ചു പോകും. ഈ ശാപത്തെക്കുറിച്ചെല്ലാം അവിടെ നിൽക്കുന്ന ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും ഇന്നലെ ഇതൊന്നും കേൾക്കാൻ നിൽക്കുന്നില്ല. ഇതൊരു ശാപമൊന്നുമല്ല എന്നും ഇതൊരു തരം രോഗമാണെന്നും അവൾ പറയുന്നു. നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തു നോക്കിയിട്ടില്ലേ? നിങ്ങൾ ആരെങ്കിലും ഡോക്ടറെ കാണിച്ചിട്ടുണ്ടോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അവരാരും തന്നെ ഡോക്ടറെ ഇതുവരെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അവര് മന്ത്രങ്ങളും തന്ത്രങ്ങളുമാണ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. അതൊന്നും തന്നെ ഫലപ്രദമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഡൽഹിയിലേക്ക് ഡോക്ടറെ കാണാൻ വേണ്ടി പോകാൻ വേണ്ടി ഇന്ദിര അനുവാദം വാങ്ങിക്കുകയാണ്. അവർ ഡോക്ടറെ പോയി കണ്ടു കഴിയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഇത് വലിയ പ്രശ്നമല്ല എന്നും അവന്റെ ബോണുമായിട്ട് ഇത് അറ്റാച്ച് ചെയ്തിരിക്കുകയല്ലെന്നും അതുകൊണ്ട് തന്നെ നമുക്കിത് ഈസി ആയിട്ട് റിമൂവ് ചെയ്ത് കളയാമെന്നും. അത് കേട്ടപ്പോൾ സണ്ണിക്കും ഇന്ദിരയ്ക്കും സന്തോഷമായി. അങ്ങനെ പെട്ടെന്ന് തന്നെ സർജറിക്കുള്ള കാര്യങ്ങൾ നോക്കുന്നു. അവന്റെ സർജറി ആരംഭിച്ചു. അവൾ പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ അവൾ അവിടെ നിൽക്കുന്ന സമയത്ത് മുഖം കാണിക്കാതെ ഒരു സെക്യൂരിറ്റിക്കാരൻ അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവളുടെ കയ്യിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം നീട്ടിക്കൊണ്ട് അയാൾ പറയുന്നുണ്ട്, ഡോക്ടർ പറഞ്ഞതെന്താ, ഒരു ചെറിയ സർജറി ആണെന്നല്ലേ, പക്ഷെ അതുകൊണ്ട് ഒന്നും ശരിയാകാൻ പോകുന്നില്ല. അത്രയും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അയാൾ അവിടെ നിന്ന് പോകുന്നു. ഇന്ദിര പേടിച്ചുപോയി. അപ്പോഴേക്ക് സണ്ണിയുടെ സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവള് പോയി അവനെ കാണുമ്പോൾ അവന്റെ മുതുകിലുണ്ടായിരുന്ന ആ മുഴ നീക്കം ചെയ്തിരുന്നു. അവൻ പഴയ അവസ്ഥയിലായി. അവളും അവനും ഒരുപാട് ഹാപ്പി ആയിരുന്നു. അന്ന് രാത്രി ഇന്ദിരയാകട്ടെ സണ്ണിയുടെ അടുത്ത് തന്നെ കിടന്നുറങ്ങുകയാണ്. രാവിലെ അവൾ കണ്ണു തുറന്നു
തുറന്നു നോക്കുമ്പോൾ സണ്ണി ആകട്ടെ ആകെ അന്തം വിട്ട് കിടക്കുന്നതാണ് കാണുന്നത്. അവൾ നോക്കുമ്പോഴാകട്ടെ അവന്റെ മുഴ അതുപോലെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. താൻ വിചാരിച്ച പോലെ ഇതൊരു രോഗമല്ല എന്നും ഇത് ശാപം തന്നെയാണെന്നും ഇന്ദിരയ്ക്ക് മനസ്സിലായി. ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായ അവരാകട്ടെ അവിടെ നിന്നും തിരിച്ചു പോകാൻ ലിഫ്റ്റിലേക്ക് കയറുന്നു. അങ്ങനെ അവൾ പുറത്തേക്ക് ഇറങ്ങി പോകാൻ നേരത്ത് തലേന്ന് രാത്രി കണ്ട അതേ സെക്യൂരിറ്റിക്കാരനാകട്ടെ അവളുടെ കയ്യിൽ ഒരു കാർഡ് വെച്ച് കൊടുത്തിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ വിചാരിച്ച പോലെ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറിയില്ലെങ്കിൽ ഈ അഡ്രസ്സിലേക്ക് വരണം. അവൾ അതും വാങ്ങി നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു. നാട്ടിലാകട്ടെ വലിയ രീതിയിൽ ആഘോഷം നടക്കുകയായിരുന്നു. സണ്ണിയുടെ അസുഖം എല്ലാം മാറി എന്ന് കരുതിയിട്ട് അവനെ വീണ്ടും അതേ അവസ്ഥയിൽ കണ്ടതും എല്ലാവരും ഞെട്ടിത്തരിക്കുന്നു. ആ ശാപം ആ നാടിനെ വിട്ടു പോകില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി. ഇന്ദിരയും ആകെ വിഷമത്തിലായിരുന്നു. അവൾ രണ്ടും കൽപ്പിച്ച് ആ സെക്യൂരിറ്റിക്കാരൻ തന്ന കാർഡ് എടുക്കുന്നുണ്ട്. അതേസമയം ആ സെക്യൂരിറ്റിക്കാരനെ നമ്മളെ കാണിക്കുകയാണ്. അയാൾ യഥാർത്ഥത്തിൽ ഒരു ഗോസ്റ്റ് ഹണ്ടർ ആയിരുന്നു. ആ ഹോസ്പിറ്റലിലെ ഒരു ഗോസ്റ്റിന് മുക്തി നൽകാൻ വേണ്ടിയിട്ടാണ് അയാൾ ആ വേഷത്തിൽ അവിടേക്ക് വന്നത്. അയാൾ ആ ഗോസ്റ്റുകളുടെ ആവശ്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നത് ക്യാൻവാസിലൂടെയായിരുന്നു. ഗോസ്റ്റുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കണ്ണടച്ചു നിന്ന് അയാൾ ആ ക്യാൻവാസിൽ ചിത്രങ്ങൾ വരയ്ക്കുമായിരുന്നു. അതിലൂടെയാണ് അവരുടെ ആവശ്യങ്ങൾ അയാൾ അറിഞ്ഞുകൊണ്ടിരുന്നത്. അതിനിടയിലാണ് ഇന്ദിര അയാളെ വിളിക്കുന്നത്. കാര്യങ്ങളെല്ലാം കേട്ട അയാൾ റാത്തോടി ഗ്രാമത്തിലേക്ക് വരാൻ സമ്മതിക്കുന്നു. അയാളുടെ പേര് വിക്ടർ എന്നായിരുന്നു. പിറ്റേന്ന് തന്നെ വിക്ടർ റാത്തോടി ഗ്രാമത്തിലെത്തുന്നു. കിൽവിഷ് അയാളെയും കൂട്ടി ഇന്ദിരയെ കാണാൻ വേണ്ടി പോകുന്നു. ഇന്ദിരയെ കണ്ടു കഴിയുമ്പോൾ താൻ എങ്ങനെയാണ് പ്രേതങ്ങളുമായിട്ട് സംസാരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിക്ടർ പറയുന്നുണ്ട്. ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളും ഇന്ദിര അയാൾക്ക് വ്യക്തമാക്കി കൊടുക്കുന്നു. പ്രേതങ്ങളെ കണ്ടെത്താനുള്ള ഡിവൈസുകളെല്ലാം തന്നെ വിക്ടറിന്റെ കയ്യിലുണ്ടായിരുന്നു. അവരിതെല്ലാം സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സണ്ണി അവിടേക്ക് വരുന്നു. ഇന്ദിര സണ്ണിയോട് കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. സണ്ണി ആകട്ടെ താൻ രക്ഷപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു വിശ്വാസവും ഇല്ലാതിരിക്കുകയാണ്. അവൻ തന്റെ മരണം കാത്തു കഴിയുകയായിരുന്നു. എന്നാൽ ഇന്ദിര രണ്ടും കൽപ്പിച്ച് തന്നെ ഇറങ്ങിത്തിരിക്കാൻ തീരുമാനിക്കുകയാണ്. വേറെ വഴിയില്ലാതെ സണ്ണിയും അവളുടെ കൂടെ ഇറങ്ങിത്തിരിക്കുന്നു. അങ്ങനെ വിക്ടറും ഇന്ദിരയും സണ്ണിയും കിൽവിഷും ചേർന്നിട്ട് ആ തോട്ടത്തിലേക്ക് പോവുകയാണ്. അവിടെയാണ് രാത്രികാലങ്ങളിൽ കകുട ഉണ്ടെന്ന് ആൾക്കാർ പറയുന്നത്. ആ തോട്ടത്തിന്റെ നടുക്ക് വെച്ചിരുന്ന കോലത്തിന്റെ അടുത്തേക്ക് വരുമ്പോൾ വിക്ടറിന്റെ ഡിവൈസിൽ അവിടെ ഗോസ്റ്റ് ഉണ്ടെന്ന് കാണിക്കുന്നു. അവൻ തന്റെ ക്യാൻവാസ് അവിടെ സ്ഥാപിച്ചിട്ട് ആ ഗോസ്റ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ചിത്രങ്ങൾ വരയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു തീ കൂടി അവൻ അവിടെ കത്തിച്ചു പിടിക്കുന്നുണ്ട്. തീ കത്തിച്ചു വെച്ച് കഴിഞ്ഞാൽ പ്രേതങ്ങൾ തങ്ങളെ ആക്രമിക്കില്ല എന്നും അവൻ പറയുന്നുണ്ട്. അവൻ കണ്ണടച്ച് ആ ക്യാൻവാസിൽ എന്തൊക്കെയോ വരയ്ക്കാൻ തുടങ്ങി. പക്ഷെ അപ്പോഴേക്കും മറ്റു 3 പേരെയും പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ പ്രേതം തോട്ടത്തിന്റെ പല ഭാഗത്തും അനക്കങ്ങൾ സൃഷ്ടിക്കുന്നു. അവരാകട്ടെ പേടിച്ച് പല വഴിക്ക് ഓടുകയാണ്. വിക്ടർ അപ്പോഴും അവിടെ നിന്ന് വരയ്ക്കുകയായിരുന്നു. പല വഴിക്ക് ഓടി അവരാകട്ടെ ഒരിടത്ത് വെച്ചിട്ട് കണ്ടുമുട്ടുന്നു. എന്നാൽ സണ്ണിയുടെ കയ്യിൽ ആരോ പിടിച്ചിട്ടുണ്ടായിരുന്നു. അവൻ തിരിഞ്ഞു നോക്കുമ്പോ അതാ കോലമായിരുന്നു. അതിനുള്ളിൽ കകുടയുടെ പ്രേതമുണ്ടായിരുന്നു. അവർ പേടിച്ച് നിലയം വിളിച്ചുകൊണ്ട് അവിടെ ഓടുന്നു. പോകുന്ന വഴിക്ക് വിക്ടറിനെയും വിളിച്ചുണർത്തുന്നുണ്ട്. വിക്ടർ അപ്പോഴും തന്റെ ചിത്രം പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. പകുതി വരച്ച ആ ചിത്രവും എടുത്തുകൊണ്ട് ഇന്ദിര വിക്ടറിനെയും കൂട്ടി അവിടെ നിന്നും ഓടുന്നു. പിറ്റേന്ന് രാവിലെ ആ ചിത്രം അവർ വ്യക്തമായി നോക്കുമ്പോഴാകട്ടെ അതിലൊരു കിണറും 2 പ്രാവും ഒരു പരുന്തുമായിരുന്നു ഉണ്ടായിരുന്നത്. വെള്ളമില്ലാത്ത കിണർ ഗ്രാമത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ അവർക്കാർക്കും ഇങ്ങനൊരു സ്ഥലം അറിയില്ലായിരുന്നു. ചിത്രം പൂർണ്ണമാകാത്തത് കൊണ്ട് തന്നെ അവന് പല ഉത്തരങ്ങളും കിട്ടാനുണ്ടായിരുന്നു. പക്ഷെ തലേന്ന് രാത്രി അവിടെ നടന്ന കാര്യങ്ങളെല്ലാം അവൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രേതം എന്താണ് പറയാൻ ശ്രമിച്ചതെന്ന് അവർ ആ റെക്കോർഡിങ്ങിലൂടെ കേൾക്കാൻ ശ്രമിക്കുന്നു. അതിൽ പ്രേതം പറയുന്നത് ഗുഗ്ഗു എന്ന ഗുസ്തിക്കാരന്റെ വീടിനടുത്തുള്ള കിണറിനടുത്ത് എന്തോ ഉണ്ടെന്നാണ്. അന്ന് രാത്രി തന്നെ അവർ അടച്ചുമൂടിയിട്ടിരുന്ന ആ വീടിന്റെ അടുത്ത് എത്തുകയും അവിടെ കുഴിച്ചു നോക്കുകയും ചെയ്യുന്നുണ്ട്. ആ വീടിന്റെ ഭിത്തിയിലാകട്ടെ നടുവേദന ഉൾപ്പെടെയുള്ള വേദനകളെല്ലാം തന്നെ മാറ്റിക്കൊടുക്കുമെന്ന് എഴുതി വെച്ചിരുന്നു. ഈ ഗുഗ്ഗു ഇങ്ങനെയുള്ള വേദനകൾ തടവി മാറ്റിക്കൊടുക്കുന്ന ഒരാൾ കൂടിയായിരുന്നു. അവർ കുറച്ച് കുഴിച്ചു കഴിയുമ്പോഴാകട്ടെ അതിൽ 2 അസ്ഥികൂടങ്ങൾ കാണുന്നുണ്ട്. ഇന്നൊരു ചെറിയ കുട്ടിയുടെ അസ്ഥികൂടമായിരുന്നു. അതിന്റെ തലയിലായിട്ട് ഒരു തൊപ്പി കൂടി ഉണ്ടായിരുന്നു. വിക്ടർ ആ തൊപ്പി എടുത്ത് പരിശോധിച്ചിട്ട് പറയുന്നുണ്ട്, ഈ കേസ് ഞാൻ പെട്ടെന്ന് തന്നെ സോൾവ് ആക്കുമെന്ന്. പക്ഷെ അപ്പോഴേക്കും അവരുടെ ബാക്കിലായിട്ട് കകുടയുടെ പ്രേതം വന്നിട്ടുണ്ടായിരുന്നു. അത് നീളം കുറഞ്ഞൊരു മനുഷ്യന്റെ പ്രേതമായിരുന്നു. വിക്ടർ അതിനോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും കകുടയാകട്ടെ വിക്ടറിനെ ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. അവർ ആ അസ്ഥികൂടങ്ങൾ കണ്ടത് കാരണം കകുട വലിയ ദേഷ്യത്തിലായിരുന്നു. പെട്ടെന്ന് തന്നെ സണ്ണിയും കിൽവിഷും ചേർന്നിട്ട് ആ കുഴി മൂടുന്നു. ഇന്ദിര തന്റെ കയ്യിലുണ്ടായിരുന്ന തീ കൊണ്ട് കകുടയെ ആക്രമിക്കുന്നതും കകുട അവിടെ നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയാണ്. അവരങ്ങനെ അവിടെ നിന്ന് നേരെ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. ആകെ അവരുടെ കയ്യിലുള്ളത് ആ തൊപ്പി മാത്രം. അത് വെച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു വിക്ടർ. അപ്പോഴാണ് അവൻ അതിന്റെ പേര് ശ്രദ്ധിക്കുന്നത്. സീൻ അവിടുന്ന് കട്ടായിട്ട് പിന്നീട് കാണിക്കുന്നത് ഇന്ദിരയെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ അച്ഛനും അമ്മയും വന്നിരിക്കുന്നതാണ്. സണ്ണിയുടെ അവസ്ഥയെല്ലാം അവർക്ക് മനസ്സിലായി. അവൻ എന്തായാലും കുറച്ച് ദിവസത്തിനകം വെച്ച് മരിക്കും. അതുകൊണ്ട് സണ്ണി തന്നെ ഇന്ദിരയ്ക്ക് വേണ്ടിയിട്ട് മറ്റൊരു പയ്യനെ കണ്ടെത്തണമെന്നായിരുന്നു അവരുടെ ആവശ്യം. അങ്ങനെ സണ്ണിയാകെ വിഷമത്തിലിരിക്കുമ്പോഴാണ് വിക്ടർ ആകട്ടെ ഇന്ദിരയോട് വന്നിട്ട് പറയുന്നത് താൻ ഈ കേസ് സോൾവ് ചെയ്യാൻ ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ടെന്ന്. വിക്ടർ ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്ന കേട്ടിട്ട് ഇന്ദിരയുടെ അച്ഛന് അയാളെ വളരെയധികം ഇഷ്ടമായി. ഇന്ദിരയ്ക്ക് വേണ്ടിയിട്ട് ഇവനെ തന്നെ സെലക്ട് ചെയ്യാമെന്ന് സണ്ണിയോട് പറയുന്നു. വിക്ടറും ഇന്ദിരയും തമ്മിൽ ക്ലോസ് ആകുന്നുണ്ടോ എന്ന് സണ്ണിക്കും സംശയം തോന്നുന്നുണ്ട്. ആ കുഴിയിൽ നിന്ന് കിട്ടിയ തൊപ്പിയിലാകട്ടെ ഒരു സർക്കസിന്റെ പേരാണ് എഴുതിയിരുന്നത്. അവരത് നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ ആ സർക്കസ് നടത്തിക്കൊണ്ടിരുന്ന ആളെയും കണ്ടെത്തുന്നുണ്ട്. അവിടേക്ക് പോകാൻ അവർ റെഡിയായി നിൽക്കുകയാണ്. ഇന്നലെ വിക്ടറിന്റെ കൂടെ ബൈക്കിൽ കയറി പോകുന്നതെല്ലാം വിഷമത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു സണ്ണി. അവർ പോയി കഴിയുമ്പോഴാകട്ടെ
ആകട്ടെ അവനൊരു കത്തെഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴേക്കും വിക്ടറും ഇന്ദിരയും ആ സർക്കസ് നടത്തുന്ന ആളെ കണ്ടെത്തിയിരുന്നു. അയാളുടെ സർക്കസ് ഒക്കെ പൊട്ടിപ്പോയിട്ട് കാലങ്ങളായിരുന്നു. അയാളാകട്ടെ കുറച്ച് മനോനില തെറ്റിയ അവസ്ഥയിലുമാണ്. അയാളോട് അവര് റാത്തോടി എന്ന ഗ്രാമത്തെ പറ്റി അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അയാൾ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ പോയ കഥ പറയുന്നുണ്ട്. അയാൾ ഉൾപ്പെടെ 4 പേരാണ് അവിടേക്ക് പോയത്. അതിലൊരാൾ ഒരു കുള്ളനായിരുന്നു. അവന്റെ പേര് ഗുല്ലക്ക് എന്നാണ്. ശരീരം കൊണ്ട് ചെറുതാണെങ്കിലും അവന്റെ കയ്യിൽ എന്തോ മാജിക്കൽ പവർ ഉണ്ടായിരുന്നു. അവൻ തല കീഴായിട്ടാണ് ജനിച്ചതെന്ന് അവൻ എപ്പോഴും പറയും. അവന്റെ വലതുകാലുകൊണ്ട് വേദനയുള്ള ആരുടെയെങ്കിലും ശരീരത്തിൽ ചവിട്ടിക്കഴിഞ്ഞാൽ അവരുടെ വേദനയെല്ലാം തന്നെ അപ്പൊ തന്നെ മാറും. എത്ര ചികിത്സിച്ചിട്ടും മാറാത്ത നടുവേദന പോലും അവന്റെ ഒരു ചവിട്ടുകൊണ്ട് മാറിയ ചരിത്രമുണ്ട്. അത് കാരണം നാട്ടുകാരുടെ എല്ലാ ഇടയിൽ അവൻ വലിയ പ്രിയപ്പെട്ടവനായിരുന്നു. പക്ഷേ ചൊവ്വാഴ്ചകളിലെ സൂര്യാസ്തമയത്തിന് ശേഷം മാത്രമേ അവന്റെ ഉള്ളിൽ ഈ ശക്തി പ്രവർത്തിക്കുമായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ റത്തോടി ഗ്രാമത്തിലേക്ക് പോയപ്പോ അവിടുത്തെ ഗ്രാമത്തലവനും ഇതുപോലെ നടുവേദന കാരണം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പലരും ശ്രമിച്ചിട്ട് അയാളെ സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഗുള്ളക്കിന്റെ ഒരു ചവിട്ടുകൊണ്ട് അയാളുടെ അസുഖമെല്ലാം തന്നെ ഭേദമായിരുന്നു. നാട്ടുകാരും അവനെ അവിടെ നിന്നും വിടാൻ കൂട്ടാക്കിയില്ല. അവരെല്ലാം പൊന്നുപോലെ അവനെ സ്നേഹിക്കാൻ തുടങ്ങി. അതിനുശേഷം ആ നാട്ടിൽ നിന്ന് ഞങ്ങളുടെ കൂടെ അവൻ വന്നിട്ടില്ല. പിന്നെ അവനെക്കുറിച്ച് ഒരു വിവരവുമില്ലായിരുന്നു. അയാൾക്ക് അത്ര മാത്രമേ അറിയുമായിരുന്നുള്ളൂ. ഗുല്ലക്കിന് എന്താ സംഭവിച്ചതെന്ന് നാട്ടിലെ തന്നെ ഏതെങ്കിലും മുതിർന്ന ആൾക്കാരോട് ചോദിക്കാമെന്ന് കരുതിയിട്ട് അവർ നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. എന്നാൽ വീടിന്റെ മുൻപിലെല്ലാം ആൾക്കൂട്ടമായിരുന്നു. അപ്പോഴാണ് സണ്ണി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച വിവരം അവരറിയുന്നത്. എന്നാൽ അവൻ മരിച്ചില്ല. ഫാനിന്റെ കൊളുത്തൊടിഞ്ഞ് അവൻ താഴേക്ക് വീണതായിരുന്നു. സണ്ണിയുടെ അച്ഛൻ ഇന്ദിരയോട് പറയുന്നുണ്ട്, എന്റെ മകനെ കുറച്ചു ദിവസം കൂടി ഞാൻ ജീവനോടെ കണ്ടോട്ടെ, അവന് വേണ്ടിയിട്ട് നീ ഇനി ഒന്നും ചെയ്യണ്ട എന്ന് അവളോട് പറയുന്നു. സങ്കടത്തോടു കൂടി അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. വീട്ടിലെത്തി അവളാകട്ടെ വിഷമത്തോടു കൂടി ഗോമതിയോട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഈ ഗുല്ലക്കിന് നാട്ടുകാരോട് എന്താണ് ഇത്ര ദേഷ്യം? ഈ നാട്ടുകാര് അവന് ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തെന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ ആ സമയത്ത് ഗോമതിയുടെ സൗണ്ട് ആകെ മാറുന്നുണ്ടായിരുന്നു. അവളുടെ ശരീരത്തിൽ പ്രേതം കയറിയ പോലെ അവൾ പറയുന്നുണ്ട്, അതേ നാട്ടുകാർ തന്നെയാണ് അവന്റെ വീടിന് തീ വെച്ചതെന്നും അവനെ കൊന്നതെന്നും. ഇന്ദിര ഞെട്ടിത്തെറിച്ച് ഗോമതിയോട് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഇപ്പൊ പറഞ്ഞതെന്ന്. എന്നാൽ ഗോമതിക്ക് ഒന്നും തന്നെ ഓർമ്മയില്ലായിരുന്നു. താനൊന്നും പറഞ്ഞില്ല എന്ന് അവൾ പറയുന്നുണ്ട്. ഇന്ദിരയ്ക്ക് എന്തൊക്കെയോ ഡൗട്ട് തോന്നാൻ തുടങ്ങി. ഗുള്ളക്കിനെ പറ്റി എന്തൊക്കെയോ ഗോമതിക്ക് അറിയാം. അവൾ ഈ വിവരമെല്ലാം വിക്ടറിനോട് പറയുന്നുണ്ട്. ഗോമതിക്ക് ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് വിക്ടർ ചോദിക്കുന്നു. അവൾക്ക് ആൾക്കാരെ ഇഷ്ടമല്ല. കാരണം ആൾക്കാരെല്ലാം അവളെ ഒരുപാട് ടോർച്ചർ ചെയ്തിട്ടുണ്ട്. പല രാത്രികളിലും അവൾ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുമായിരുന്നു. ഞങ്ങളത് അറിഞ്ഞത് തന്നെ അവളുടെ കാലിലെ ചെളി കണ്ടിട്ടാണ്. അവൾ പോലും അറിയാതെ രാത്രി കതകു തുറന്ന് അവൾ പോകുമായിരുന്നു. തിരിച്ചെപ്പോഴോ വരും. അതിന്റെ പേരിൽ ജനങ്ങൾ അവളെ ഒരുപാട് കളിയാക്കാൻ തുടങ്ങി. അത് കാരണം അവൾ ആ മുറിയിൽ അടച്ചിരിപ്പായി. രാത്രിയായി കഴിഞ്ഞാൽ മുറിയുടെ പുറത്തു നിന്നും ഞങ്ങൾ പൂട്ടും. ആൾക്കാരെല്ലാം അവൾക്ക് വട്ടാണെന്നാണ് പറഞ്ഞിരുന്നത്. അത് കാരണം അവളുടെ കല്യാണം പോലും മുടങ്ങിപ്പോയി. കുടുംബത്തിന് നാണക്കേടുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഇപ്പോൾ സ്വയം മുറിയിൽ അടച്ചിരിക്കുന്നത്. ഗോമതിക്ക് ഗുള്ളക്കിനെ പറ്റി എന്തെങ്കിലും അറിയാമെങ്കിൽ അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇന്ന് രാത്രി അവളുടെ മുറി പുറത്തുനിന്ന് പൂട്ടണ്ട എന്ന് ഇന്ദിരയോട് വിക്ടർ പറയുന്നുണ്ട്. അന്ന് രാത്രി ഇന്ദിരയാകട്ടെ ഗോമതിയുടെ മുറി തുറന്നിടുന്നു. അവൾ പതിവ് പോലെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. വിക്ടറും അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് വിക്ടറിന് മനസ്സിലാകുന്നത് ഗോമതിയും ഇന്ദിരയും ട്വിൻസ് ആണെന്ന്. അവർ ഗോമതിയെ പിന്തുടർന്ന് ഗ്രാമത്തിലൂടെ നടക്കാൻ തുടങ്ങി. അതേസമയം സണ്ണിയാകട്ടെ കിൽവിഷിനോട് പറയുന്നുണ്ട്, നാളെ ഒരു ദിവസം കൂടിയേ എന്റെ മുൻപിലുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഇന്ന് രാത്രി തന്നെ ഇന്ദിരയെ ഒന്നുകൂടി കാണണമെന്ന്. ഗോമതിയെ പിന്തുടർന്ന് ഇന്ദിരയും വിക്ടറും ആകട്ടെ ആ തോട്ടത്തിനുള്ളിലേക്ക് കടന്നിരുന്നു. അതേസമയം സണ്ണിയും കിൽവിഷും ചേർന്നിട്ട് അവളെ കാണാൻ വേണ്ടിയിട്ട് അതുവഴി വരികയായിരുന്നു. ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ട്. ഗുള്ളക്കിനെ പറ്റി അവർക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം സണ്ണിയോട് അവള് പറയുന്നുണ്ട്. ആ സമയം ഗോമതിയാകട്ടെ ആ കോലത്തിന്റെ അടുത്ത് എത്തിയിരുന്നു. ഗോമതിയുടെ ശരീരത്തിലേക്ക് ഗുള്ളക്കിന്റെ ആത്മാവ് കയറുന്നുണ്ട്. വലിയ രീതിയിൽ അട്ടഹസിച്ച ശേഷം അവൾ ബോധം കെട്ട് വീഴുന്നു. അവർ നോക്കുമ്പോഴാകട്ടെ ആ കോലം അവരുടെ അടുത്തേക്ക് നടന്നു വരികയായിരുന്നു. അടുത്തേക്ക് വന്നാൽ കത്തിക്കുമെന്ന് വിക്ടർ പറയുന്നുണ്ട്. പേടിച്ചുപോയി കിൽവിഷാകട്ടെ വിക്ടറിന്റെ കയ്യിൽ നിന്നും ലൈറ്റർ വാങ്ങി ആ കോലത്തിലേക്ക് എറിയുന്നു. അത് കത്തി നശിക്കാൻ തുടങ്ങി. അതിനുള്ളിൽ നിന്നും ഗുള്ളക്കിന്റെ ആത്മാവ് പുറത്തു വന്നിരുന്നു. ഗുള്ളക്ക് അവരെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോഴേക്കും ഇന്ദിര വന്ന് പറയുന്നുണ്ട്, നിന്റെ സർക്കസിലെ യജമാനാണ് ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചത്. നിന്റെ വീട് ആരാണ് കത്തിച്ചതെന്ന് അറിയണം. അത് കേട്ടതും ഗുല്ലക്ക് വീണ്ടും ഗോമതിയുടെ ശരീരത്തിലേക്ക് കയറുന്നു. എന്നിട്ട് ആ കഥ പറയാൻ ആരംഭിക്കുന്നു. ഈ നാട്ടിലെ എല്ലാവർക്കും എന്നെ വളരെയധികം ഇഷ്ടമായിരുന്നു. ഞാൻ ഒരുപാട് പേരുടെ അസുഖം ഭേദപ്പെടുത്തി കൊടുത്തു. പക്ഷേ ഒരാൾക്ക് മാത്രം എന്നെ ഇഷ്ടമല്ലായിരുന്നു, ഗുഗ്ഗു എന്ന ഗുസ്തിക്കാരന്. ഇതിനു മുൻപ് വരെ ആൾക്കാരുടെ വേദനകളെല്ലാം തടവി മാറ്റിക്കൊണ്ടിരുന്നത് അയാളായിരുന്നു. പിന്നീട് അയാളുടെ അടുത്തേക്ക് ആരും പോകാതായി. അത് കാരണം അയാൾക്ക് എന്നോട് ദേഷ്യമായി തുടങ്ങി. എന്നെ പല രീതിയിൽ ഈ നാട് കടത്താൻ അയാൾ ശ്രമിച്ചെങ്കിലും ഒന്നും തന്നെ നടന്നില്ല.
ഒടുവിൽ അയാൾ അതിനുവേണ്ടി ഉപയോഗിച്ചത് ഗംഗയായിരുന്നു. ഷിബു എന്ന പയ്യന്റെ അമ്മ. വിധവയായിരുന്നു അവൾ. ഷിബുവുമായിട്ട് ഞാൻ നല്ല കൂട്ടായിരുന്നു. വിധവകളുടെ വീട്ടിലേക്ക് ആരും തന്നെ പോകാറില്ലായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ചൊവ്വാഴ്ച രാത്രി ഷിബു എന്നെ വീട്ടിൽ വന്ന് വിളിച്ചു. ഗംഗയ്ക്ക് തീരെ സുഖമില്ല എന്നും അവൾക്ക് വലിയ രീതിയിൽ നടുവേദനയാണെന്നും. ആരും തന്നെ വിളിച്ചിട്ട് അവന് സഹായത്തിന് ചെന്നില്ല. അവൻ എന്നെ വന്ന് വിളിച്ചിരിക്കുന്നു. ഞാനാകട്ടെ സ്ത്രീകളെ ചവിട്ടി സുഖപ്പെടുത്താറില്ലായിരുന്നു. അതവനോട് പറഞ്ഞെങ്കിലും അവൻ കേൾക്കാൻ കൂട്ടാക്കിയില്ല. അവന് സഹായത്തിന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവസാനം വേറെ വഴിയില്ലാതെ ഞാൻ പോയി ഗംഗയുടെ ശരീരത്തിൽ ചവിട്ടി. എന്നാൽ ഇതെല്ലാം തന്നെ ഗുഗു എന്ന ആ ഗുസ്തിക്കാരന്റെ പ്ലാനിംഗ് ആയിരുന്നു. അയാൾ ആൾക്കാരെ എല്ലാം കൂട്ടിയിട്ട് പറയുന്നുണ്ട് ഞാനും ഗംഗയും തമ്മിൽ മോശമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ടെന്ന്. അവർ എന്നെ ഒരുപാട് ഉപദ്രവിച്ചു. ഞാൻ അവിടെ നിന്ന് ഓടി എല്ലാ നാട്ടുകാരുടെയും വീട്ടിൽ പോയി കൊട്ടി. ആരും കതക് തുറന്നില്ല. ഒടുവിൽ ഓടി ഓടി ക്ഷീണിതനായി ഞാൻ ഈ തോട്ടത്തിന്റെ നടുക്ക് ഈ കോലത്തിന്റെ അടുത്ത് വന്നു. തണുപ്പ് സഹിക്കവയ്യാതെ ഇവിടെ ഞാൻ ഇതിനെയും കെട്ടിപ്പിടിച്ച് 13 മണിക്കൂറുകളോളം കിടന്നു. അതിനുശേഷമാണ് ഞാൻ മരിച്ചുപോയത്. അവർ ഗംഗയെയും മകനെയും കൊന്നു. നാട്ടുകാരുടെ എല്ലാം വീട്ടിൽ പോയി മുട്ടിയിട്ടും ആരും വാതിൽ തുറക്കാത്ത കാരണം ഇന്നിവർ എന്നെ പേടിച്ച് എനിക്ക് വേണ്ടി ഒരു ചെറിയ വാതിലുണ്ടാക്കിയിരിക്കുന്നു. ചൊവ്വാഴ്ചകളിൽ എനിക്ക് വേണ്ടി വാതിൽ തുറക്കാത്തവരെയെല്ലാം ഞാൻ എന്റെ കാലുകൊണ്ട് ചവിട്ടും. അവർക്കെല്ലാം കൂനി വരികയും ചെയ്യും. 13 മണിക്കൂർ ഞാൻ അനുഭവിച്ച വേദന അവർ 13 ദിവസം അനുഭവിക്കും. എന്നിട്ട് അവർ മരിച്ചുപോകും. ഇതാണ് ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ശാപം. എന്നാൽ ഈ ശാപം എങ്ങനെ തീരുമെന്ന് വിക്ടർ ചോദിച്ചെങ്കിലും ഇതൊരിക്കലും തീരില്ല എന്ന് ഗുല്ലക്ക് പറയുന്നു. എന്നിട്ട് ഗുല്ലക്ക് അപ്പോൾ തന്നെ ഗോമതിയുടെ ശരീരം വിട്ടു പോകുന്നു. പിന്നീട് ഇവർ എല്ലാവരും കൂടിയിരുന്ന് ആലോചിക്കുകയാണ് എങ്ങനെ ഗുല്ലക്കിന്റെ ശാപത്തിൽ നിന്ന് ഈ നാടിനെ രക്ഷിക്കാമെന്ന്, ഗുല്ലക്കിന് എങ്ങനെ മുക്തി കൊടുക്കാമെന്ന്. ഗുല്ലക്കിന്റെ ശക്തി മുഴുവൻ അവന്റെ വലത്തെ കാലിലാണെന്ന് അവർക്ക് മനസ്സിലായി. ഈ നാട്ടില് സ്ത്രീകളെ മാത്രം താമസിക്കുന്ന വീട് കണ്ടെത്തണം. സ്ത്രീകളെ അവൻ ഉപദ്രവിക്കാറില്ല. എന്നിട്ട് ആ വീട്ടിന്റെ വാതിൽ അടച്ചിടണം. ഗുല്ലക്ക് എന്തായാലും ചവിട്ടി തുറന്ന് ഉള്ളിലേക്ക് കയറും. അവനെ ആക്രമിക്കാൻ വേണ്ടിട്ട് ഞാൻ അവിടെ ഒളിച്ചിരിക്കും. അവന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിട്ട് ഗോമതി അവിടെ ഇരിക്കട്ടെ. അതായിരുന്നു അവരുടെ പ്ലാനിങ്. ഗോമതിയും വിക്ടറും തമ്മിൽ കൂടുതൽ അടുത്ത് തുടങ്ങിയിരുന്നു അപ്പോഴേക്കും. അങ്ങനെ അവർ പിറ്റേന്ന് തന്നെ സ്ത്രീകളെ മാത്രം താമസിക്കുന്ന ഒരു വീട് കണ്ടെത്തുകയും അവരെ ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഒരു വിധത്തിൽ അവരെ കൊണ്ട് സമ്മതിപ്പിക്കുന്നു. അന്ന് രാത്രി അവർ ഗുല്ലക്കിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്ത് ഇരിക്കുകയായിരുന്നു. അതേസമയം സണ്ണിയാകട്ടെ പിറ്റേന്ന് താൻ മരിച്ചു പോകും എന്നുള്ളത് കാരണം ചടങ്ങുകളെല്ലാം നോക്കി അവിടെ ഇരിക്കുകയാണ്. അതിനിടയ്ക്ക് അവനാകട്ടെ ഇന്നിരയെ വിളിക്കുന്നുണ്ട്. അവൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അവന് മനസ്സിലായി. അവളെന്തോ അപകടത്തിലാണെന്ന് വിചാരിച്ചുകൊണ്ട് അവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഇറങ്ങുന്നു. അപ്പോഴേക്കും ഗുല്ലക്കാകട്ടെ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഗോമതി അവിടെ ഇരിക്കുന്ന കണ്ട് ഗുല്ലക്ക് അടുത്തേക്ക് ചെല്ലുന്നു. പിന്നിലൂടെ പോയി വിക്ടർ അവന്റെ കാലിറക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന മെയിൻ ഡോർ തള്ളി തുറന്ന് സണ്ണി അവിടേക്ക് കയറി വരുന്നു. അതോടുകൂടി ഗുല്ലക്കിന് മനസ്സിലായി ഇത് അവരുടെ ട്രാപ്പാണെന്ന്. ഗുല്ലക്ക് പെട്ടെന്ന് തന്നെ ഗോമതിയുടെ ശരീരത്തിലേക്ക് കയറുന്നു. അവർ പലതവണ ഗോമതിയുടെ ശരീരത്തിൽ നിന്നും ഗുല്ലക്കിനെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. ഗുല്ലക്കാകട്ടെ വിക്ടറിനെ വെള്ളത്തിൽ മുക്കി കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു. അതിനിടെ കുറച്ച് വെള്ളം ഗോമതിയുടെ ശരീരത്തിൽ വീണതും ഗുല്ലക്കിന്റെ ആത്മാവ് പുറത്തേക്ക് വരുന്നത് അവൻ ശ്രദ്ധിച്ചു. അവൻ ഗോമതിയെ വെള്ളത്തിലേക്ക് പിടിച്ചു മുക്കുന്നതും ഗുല്ലക്കിന്റെ ആത്മാവ് അവളുടെ ശരീരത്തിൽ നിന്നും പൂർണ്ണമായിട്ടും പുറത്തു കടക്കുന്നു. എന്നാൽ ആ ആത്മാവ് അവിടെ നിന്ന് അപ്രത്യക്ഷമായിരുന്നു. അതിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി അതിന്റെ കാല് മുറിച്ചില്ലെങ്കിൽ നമുക്ക് സണ്ണിയെ രക്ഷിക്കാനാവില്ല എന്ന് വിക്ടർ പറയുന്നു. ഇനി ഇങ്ങോട്ട് അതിനെ വരുത്തുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് വിക്ടർ നേരെ പോകുന്നത് ആ ഗംഗയുടെയും മകന്റെയും അസ്ഥികൂടം കണ്ടെത്തിയ സ്ഥലത്തേക്കായിരുന്നു. അവിടെ പോയി അവൻ അതിനെ തീ കൊളുത്തുന്നു. അപ്പോഴേക്കും ഗുല്ലക്ക് ദേഷ്യത്തോടെ അവിടേക്ക് വരുന്നുണ്ട്. വിക്ടർ അതിനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ നാട്ടുകാർ നിങ്ങളോട് ചെയ്തത് തെറ്റായിരിക്കാം, പക്ഷെ അതിനു വേണ്ടിയിട്ട് ഇപ്പോഴും ആൾക്കാരെ ഇങ്ങനെ കൊല്ലുന്നത് ശരിയല്ല. അതുകൊണ്ട് നിങ്ങൾ മുക്തി നേടി ഇവിടെ നിന്ന് പോകണമെന്ന് പറയുന്നു. പക്ഷെ ഗുല്ലക്ക് പോകാൻ തയ്യാറല്ലായിരുന്നു. ഗുല്ലക്ക് വിക്ടറിനെ ആക്രമിക്കുന്നു. പക്ഷെ അപ്പോഴേക്കും പുറകിലൂടെ വന്നിട്ട് ഇന്ദിര ഗുല്ലക്കിന്റെ വലത്തെ കാല് ആർത്ത് കളയുന്നു. അതോടുകൂടി ഗുല്ലക്കിന്റെ ആത്മാവിന് മുക്തി ലഭിക്കുകയും അതവിടെ നിന്നും പോവുകയും ചെയ്യുന്നു. തിരിച്ചവർ സണ്ണിയുടെ അടുത്ത് എത്തിയപ്പോഴേക്കും സണ്ണിക്കൊന്നും തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. അവന്റെ ശരീരത്തിലുണ്ടായിരുന്ന കൂനും അപ്രത്യക്ഷമായിരുന്നു. ആ നാടിനെ വലിയൊരു ശാപത്തിൽ നിന്ന് രക്ഷിച്ചതിന് എല്ലാവരും അവരോട് നന്ദി പറയുന്നുണ്ട്. വിക്ടർ അങ്ങനെ ഗോമതിയോടും യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു. ഇടയ്ക്കിടയ്ക്ക് അവളെ കാണാൻ വരാമെന്നും പറയുന്നുണ്ട്. ശാപമുക്തി നേടിയ ശേഷം ആരും പിന്നെ 7 മണിക്ക് ശേഷം ആ ചെറിയ വാതിൽ തുറന്നിടില്ലായിരുന്നു. അങ്ങനെയൊരു ചൊവ്വാഴ്ച 7 മണി കഴിഞ്ഞിട്ട് വാതിൽ തുറക്കാതിരുന്ന ഒരു വൃദ്ധന്റെ വീടിന്റെ പുറത്ത് ഗുല്ലക്കിന്റെ പോലൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അയാൾ പേടിച്ച് വാതിൽ തുറന്നു നോക്കുമ്പോൾ അത് കുറച്ച് ചെറുപ്പക്കാർ അയാളെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതായിരുന്നു. അയാൾ അവരെ തെറിയും വിളിച്ചിട്ട് വീണ്ടും അകത്തേക്ക് കയറുന്നു. വീണ്ടും പുറത്തൊരു സൗണ്ട്. വീണ്ടും ആ പയ്യന്മാർ വന്നതാണെന്ന് കരുതി അയാൾ വാതിൽ തുറക്കുമ്പോഴാകട്ടെ അത് ഗുല്ലക്കായിരുന്നു. ഗുല്ലക്ക് വീണ്ടും തിരിച്ചു വന്നു എന്ന് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുകയാണ്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു എന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നും ഒക്കെ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.